ഇത് താൻ വാറ്റ് റൈഡ്. ഓവൻ കോയിൽ എന്ന തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട പരിശീലകനെ കൊണ്ടുവരാൻ ചെന്നൈയിൻ എഫ്സിയുടെ ആരാധകർ ഒരുമിച്ച് നിന്ന് ആവശ്യപ്പെട്ടപ്പോൾ ചെന്നൈയിൻ എഫ്സിയുടെ ഓണർ മറ്റൊന്നിനും നിന്നില്ല. അവരുടെ ആരാധകരുടെ വാക്ക് കേട്ട് ഓവൻ കോയിൽ എന്ന് പറയുന്ന അവരുടെ പരിശീലകനെ തിരികെ കൊണ്ടുവന്നു. അദ്ദേഹത്തിന് വേണ്ട ഒരു പടയും അദ്ദേഹത്തിന് വേണ്ടി അണിയിച്ചൊരുക്കി കൊടുത്തു. അങ്ങനെ വാത്തിയും പിള്ളേരും പടയൊരുക്കമായി ചെന്ന് കയറിയത് കലിംഗയിലെ വീരന്മാരുടെ മണ്ണിലേക്ക്. ഒരുപാട് പേരുടെ രക്തം വീണു ചുവന്ന, അശോക ചക്രവർത്തിക്ക് പോലും മാനസാന്തരം നടത്തേണ്ടി വന്ന ചോരയുടെയും അറുത്തുമാറ്റപ്പെട്ട കബന്ധങ്ങളുടെയും കഥകളേറെ പറയുവാനുള്ള കരിങ്കേരിയുടെ പോരാളികളുടെ മണ്ണിൽ ചെന്ന് അവരെ അവിടെയിട്ട് വെട്ടി വീഴ്ത്തി വിജയത്തിന്റെ വെന്നിക്കൊടി പാറിക്കാൻ വാത്തിക്കും സംഘത്തിനും കഴിഞ്ഞു. ഓവൻ കോയിലിന്റെ ചെന്നൈ ഒഡീഷ FC അവരുടെ മടയിൽ കയറി വെട്ടി വീഴ്ത്തി എന്നല്ലാതെ ഇന്നത്തെ മത്സരത്തിനെ കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. 2-3 ഗോളുകൾക്കായിരുന്നു ഒഡീഷ FCയുടെ തറവാട്ട് മുറ്റത്തിട്ട് ചെന്നൈയിൻ FCയുടെ പോരാളികൾ അവരെ കത്തിച്ചത്. മത്സരത്തിന്റെ തുടക്കത്തിൽ ഗോൾ നേടിയത് ഒഡീഷ FC ആയിരുന്നു. 9ാമത്തെ മിനിറ്റിൽ പെനാൽറ്റി സ്പോട്ട് കിക്കിലൂടെ ഡിയഗോ മോറൻഷി ആയിരുന്നു അവർക്ക് വേണ്ടി ഗോൾ നേടിയത്. പക്ഷേ ഇന്ത്യൻ താരമായിട്ടുള്ള ഫറൂഖ് ചൗധരി തന്റെ കരിയറിലെ ആദ്യത്തെ ബ്രൈസ് നേടിയപ്പോൾ 48ാമത്തെ മിനിറ്റിൽ അവർ സമനില ഗോൾ നേടി. പിന്നീട് 51ാമത്തെ മിനിറ്റിൽ ലീഡ് എടുക്കുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു. പിന്നീട് 2 ഗോളുകൾ നേടി 2-1 ലീഡിലെത്തിയിട്ടും ഒഡീഷ FCയുടെ താരങ്ങൾ നിരന്തരം ഒഡീഷയുടെ ഗോൾ മുഖത്ത് ആക്രമണം അഴിച്ചുവിടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. 69ാമത്തെ മിനിറ്റിൽ ഡാനിയൽ ചുക്കുച്ചീമ അവർക്ക് വേണ്ടി 3ാമത്തെ ഗോൾ നേടിയതോടുകൂടി കാര്യങ്ങൾ സമ്പൂർണ്ണമായി എന്ന് വിശ്വസിക്കുന്ന സമയത്ത് ഒഡീഷയുടെ തീപ്പൊരികൾ ആളിക്കത്താൻ തുടങ്ങിയിരുന്നു. പക്ഷേ ഏറെ വൈകിപ്പോയിരുന്നു. 95ാമത്തെ മിനിറ്റിൽ റോയ് കൃഷ്ണയിലൂടെ അവർ മറ്റൊരു ഗോളും കൂടി നേടി മത്സരത്തിലേക്ക് തിരികെ വരാൻ ശ്രമിച്ചെങ്കിൽ പോലും കാര്യങ്ങൾ കൈവിട്ടു പോയിരുന്നു. സെർജിയോ ലൊബേര എന്ന പരിശീലകന്റെ ശുഭിതമായ മുഖം മാത്രമായിരുന്നു പിന്നീട് നമുക്ക് കളിക്കളത്തിൽ കാണാൻ കഴിഞ്ഞത്.